വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 1, 5 മുതൽ 25 വരെ. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായ്ക്ക് കുറിവീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവനെ പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവനെ യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സക്കറിയായെ കാത്തുനിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്കറിയായ്ക്ക് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവനേതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്കും സ്തുതി. മിശിഹായിൽ പ്രിയമുള്ളവരെ, രക്ഷാകര ചരിത്രത്തിൽ വലിയ സ്ഥാനം ലഭിച്ച ദമ്പതികളായ 2 പേരെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ലൂക്കാ സുവിശേഷകൻ അവരെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അബിയായുടെ ഗണത്തിൽപ്പെട്ട സക്കറിയായും അഹ്റോന്റെ പുത്രി എലിസബത്തും. പുരോഹിത ഗണത്തിൽ അംഗമാണ് സക്കറിയ. 12,000 മുതൽ 15,000 വരെ പുരോഹിതന്മാർ ജെറുസലേം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. വർഷം മുഴുവൻ പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടവരായിരുന്നു അവർ. അവരെ നിരവധി ഗ്രൂപ്പുകളാക്കി, ഗണങ്ങളാക്കി തിരിച്ച് അവർക്ക് ദിവസങ്ങൾ നിശ്ചയിച്ചു വെച്ചിരുന്നു. അത്തരം ഗണങ്ങളിൽപ്പെട്ട ഒരാളായിരുന്നു സക്കറിയാസ്. സക്കറിയാസിൻ്റെയും എലിസബത്തിൻ്റെയും ദാമ്പത്യത്തിൽ മൂന്നാമതൊരാൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ആ മൂന്നാമത്തെയാൾ മറ്റൊരാളും ആയിരുന്നില്ല, അവർ ആരാധിക്കുന്ന ദൈവം തന്നെയായിരുന്നു. ഈ ദമ്പതികളുടെ ജീവിതത്തെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു, മോഹങ്ങളും മോഹഭംഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവയിൽ ഏറ്റവും വലിയ പ്രശ്നം കുഞ്ഞുങ്ങളില്ല എന്ന പ്രശ്നം തന്നെയായിരുന്നു. നീതിനിഷ്ഠമായ ജീവിതം ഉണ്ടായിരുന്നിട്ടും കൽപ്പനകൾ പാലിക്കുന്ന ജീവിതം ഉണ്ടായിരുന്നിട്ടും ദൈവം ആ ഭാഗ്യം അവർക്ക് നൽകിയിട്ടില്ലായിരുന്നു. അവരുടെ നീതിനിഷ്ഠമായ ജീവിതം ഇക്കാരണത്താൽ തന്നെ നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസപാത്രമായിരുന്നു. എങ്കിലും അവർ ഒരിക്കലും തളർന്നില്ല, ഒരിക്കലും ദൈവത്തോട് പരാതിപ്പെട്ടില്ല. അവരുടെ പ്രാർത്ഥനകളിൽ കുറവ് വന്നില്ല. അവരുടെ ദാമ്പത്യ സ്നേഹത്തിലും
കുറവ് വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗമാക്കാൻ ദൈവം അവരെ തിരഞ്ഞെടുത്തത്. 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം മിശിഹായ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി ഒരു പ്രവാചകനെ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവനായി യേശു വിശേഷിപ്പിക്കുന്ന ആ അവസാനത്തെ പ്രവാചകനെ, സ്നാപക യോഹന്നാനെ ലോകത്തിലേക്ക് അയക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് ഈ ദമ്പതികളെയാണ്. പ്രായം കവിഞ്ഞവരായിരുന്നിട്ടും ദൈവം തൻ്റെ നിയോഗം നിവൃത്തീകരിക്കാൻ തിരഞ്ഞെടുത്തത് അവരെയാണ്. അവരുടെ മോഹങ്ങൾക്കും മോഹഭംഗങ്ങൾക്കും എല്ലാം അവസാനം കുറിച്ചുകൊണ്ട് ദൈവം ഇടപെടുകയാണ്. ഒരു പൂ ചോദിക്കുമ്പോൾ ഒരു പൂന്തോട്ടം തന്നെ നൽകുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിന് അവർ സാക്ഷികളാകുകയായിരുന്നു. ഇന്നത്തെ ശിഥിലമാക്കപ്പെടുന്ന ദാമ്പത്യ ബന്ധങ്ങളിൽ പലപ്പോഴും മൂന്നാമത്തെ ഒരാളുടെ കുറവുണ്ട്. അതായത് ദൈവ സാന്നിധ്യത്തിൻ്റെ കുറവ്. കൊച്ചു കൊച്ചു കാരണങ്ങളിൽ ദാമ്പത്യബന്ധം പിരിയേണ്ടി വരുന്നത് ഈ കുറവ് മൂലമാണ്. ദൈവം എനിക്ക് നൽകിയ ജീവിത പങ്കാളിയെ ദൈവനാമത്തിൽ സ്വീകരിക്കുന്നതിന് പകരം സ്വന്തം താല്പര്യങ്ങളുടെ പൂർത്തീകരണം മാത്രമായി കാണുമ്പോൾ, പരസ്പരം പോരാടി ഓരോരുത്തരും ജയിക്കാൻ നോക്കുമ്പോൾ ദാമ്പത്യബന്ധം എങ്ങനെ നിലനിൽക്കും? ആ ബന്ധം നിലനിൽക്കാൻ പ്രയാസമാണ്. ദാമ്പത്യബന്ധങ്ങളിലെ പ്രശ്നങ്ങളിൽ ദൈവസ്വരം തേടുന്ന സ്വഭാവം എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിൻ്റെ പ്രത്യാഘാതമാണ് ഇന്ന് കാണുന്ന വിവാഹമോചനങ്ങൾ. സക്കറിയായുടെയും എലിസബത്തിൻ്റെയും ദാമ്പത്യ ജീവിതം, ആ ദാമ്പത്യ ജീവിതത്തിൽ ദൈവത്തിനുള്ള സ്ഥാനം ആധുനിക ദമ്പതിമാർക്ക് വലിയ മാതൃകയാകട്ടെ. രണ്ടാമതായി, സക്കറിയാസിന് ദൈവിക സന്ദേശം നൽകിയ മാലാഖയെക്കുറിച്ച് ചിന്തിക്കാം. ആ മാലാഖയുടെ പേര് ഗബ്രിയേൽ എന്നാണ്. ആരാധനക്രമത്തിലെ ആദ്യഘട്ടമായ ആഗമന കാലത്തിലാണ് നാം ഇപ്പോൾ. ഈ ആഗമന കാലത്തിൽ ഗബ്രിയേൽ മാലാഖ 2 പ്രാവശ്യം സുവിശേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 2 പ്രാവശ്യവും മംഗളകരമായ സന്ദേശം നൽകുന്ന ഗബ്രിയേൽ മാലാഖയാണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന കർത്താവിൻ്റെ സന്ദേശവാഹകനാവുക എത്രയോ മനോഹരമാണ്. നാം മറ്റുള്ളവർക്ക് കൈമാറുന്ന സന്ദേശങ്ങൾ എപ്രകാരമാണ്? മറ്റുള്ളവർക്ക് നാം നൽകുന്ന വാക്കുകൾ എത്തരത്തിലുള്ളവയാണ്? അവ എപ്പോഴും നല്ല വാക്കുകളായിരിക്കട്ടെ, നല്ല സന്ദേശങ്ങളായിരിക്കട്ടെ. മറ്റുള്ളവരെ വളർത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ നിറയട്ടെ. അങ്ങനെ പരദൂഷണം എന്ന തിന്മയിൽ നിന്ന് നമുക്ക് നമ്മെ തന്നെ മാറ്റി നിർത്താം. ഗബ്രിയേൽ മാലാഖയെപ്പോലെ മറ്റുള്ളവർക്ക് മംഗളകരമായ സന്ദേശം നൽകുന്ന സന്ദേശവാഹകരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.